സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന ഹാസ്യരൂപേണയുള്ള ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. യുവജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന നൈരാശ്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതിഫലനമാണ് ഈ മുന്നേറ്റമെന്നും ഇതിനെ യാതൊരു കാരണവശാലും അടിച്ചമർത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേവലം 5 ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 1.5 കോടിയിലധികം ഫോളോവേഴ്സിനെ നേടിയ ഈ മുന്നേറ്റം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം എക്സിലെ തന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചു. നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ CJPയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം 1.8 കോടിയായി ഉയർന്നിട്ടുണ്ട്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന CJPയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ച നടപടിക്ക് പിന്നാലെയാണ് ദ ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയ അഭിമുഖത്തിൽ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേയറ്റം വിനാശകരവും ബുദ്ധിശൂന്യവുമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. യുവതയ്ക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വേദി ആവശ്യമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വിയോജിപ്പുകൾക്കും ഹാസ്യത്തിനും പരിഹാസത്തിനും എന്തിന് നൈരാശ്യത്തിനും പോലും ഇടമുണ്ടാകണം. അക്കൗണ്ട് പൂട്ടിക്കുന്നതിന് പകരം അത് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രദ്ധേയമായ കാര്യം, വിലക്കിന് പിന്നാലെ CJP ആരംഭിച്ച പുതിയ എക്സ് അക്കൗണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1 ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഈ ഓൺലൈൻ തരംഗം കേവലം ഒരു തമാശയ്ക്കപ്പുറം പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തേണ്ട ഒരു വലിയ രാഷ്ട്രീയ അവസരമാണെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയാൽ പൊറുതിമുട്ടിയ യുവാക്കളുടെ സഹനത്തിന്റെ നെല്ലിപ്പിടി കണ്ടത് നീറ്റ് പരീക്ഷ ചോർച്ചാ വിവാദത്തിലൂടെയാണെന്ന് അദ്ദേഹം വിലയിരുത്തി. CJPയുടെ ഈ ഊർജം മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കോ ജനാധിപത്യ പ്രക്രിയയിലേക്കോ വഴിതിരിച്ചുവിടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയണമെന്നും അതിനായി ഈ വിഷയങ്ങളെ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യത്യസ്തമായ രാഷ്ട്രീയ സന്ദേശങ്ങളിലൂടെ യുവജനങ്ങളുമായി എങ്ങനെ വേഗത്തിൽ സംവദിക്കാമെന്ന് ഈ ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച അഭിജിത്ത് ഡിപ്കെ എന്ന യുവാവ് വരച്ചു കാട്ടിയിരിക്കുകയാണെന്നും ഇത് പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ വലിയൊരു പാഠവും അവസരവുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.